ഇന്ന് നമുക്ക് തക്കാളിച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണിത്. ഇതിന് എക്സ്ട്രാ കറികളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സാധാരണ ചോറുണ്ടാക്കുന്നത് പോലെ ചോറ് തയ്യാറാക്കിയെടുക്കാം. ബസ്മതി റൈസിന് പകരം പൊന്നി റൈസോ വൈറ്റ് റൈസോ എടുത്ത് ചോറ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കടുക് ചേർക്കാം. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, അണ്ടിപ്പരിപ്പ് ഇവ ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ചോറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.